ഹായ് ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വണ്ടൻമേട്ടിൽ ഒരു കല്യാണ റിസപ്ഷന് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പത്തനംതിട്ടയിൽ നിന്നാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് മൈലപ്ര വഴി റാന്നി, എരുമേലി, കുമളി ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയാണ് പാഞ്ചാലിമേട്. അപ്പോൾ ഞങ്ങൾ എന്നാൽ എന്തായാലും സമയമുണ്ട്, അപ്പോൾ എന്നാൽ പാഞ്ചാലിമേട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് പാഞ്ചാലിമേട്ടിൽ ഞങ്ങളൊന്ന് കയറി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കണം. നേരത്തെ ഇതിനു മുമ്പ് പ്രാവശ്യം പോയതാണ്, പക്ഷെ അന്നേരം എനിക്ക് തോന്നി ഇത്രയും ഭംഗി എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല മണ്ഡപങ്ങളൊക്കെ ഒത്തിരി പണിതിട്ടിട്ടുണ്ട്. ഒരു ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ, പിന്നെ കുറേ കുറേ ഒത്തിരി അങ്ങനെ കാണാനുണ്ട്. പിന്നെ അവിടുത്തെ ആ പ്രകൃതി തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത് രാവിലെ കണ്ടിട്ട് ഞങ്ങൾ ഒരുക്കാൻ പോണത് തന്നെ ഞങ്ങൾക്കൊരു നല്ല സന്തോഷമാണ്. അപ്പോൾ ഒത്തിരി ഒത്തിരി നടക്കണം. വണ്ടിയൊന്നും അങ്ങോട്ട് വിടത്തില്ല. വണ്ടി നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ടാണ് മേളിലോട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ മേളി വരെ പോയി. മേളി വന്ന് അവിടെ എല്ലാം കണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് ഇപ്പോൾ. നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ സിപ്പ് ലൈനിൽ കയറാമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് കയറാനുള്ള സമയമില്ല. പിന്നെ ഞങ്ങൾക്ക് വർക്കിന് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കണ്ടതേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം കയറാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ നല്ല നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റിൽ നമുക്ക് അവിടെ ഇരിക്കാനേ തോന്നും. പോരാൻ തോന്നത്തില്ല. അതുപോലെ നല്ല കാലാവസ്ഥയായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കാലാവസ്ഥയും നല്ല മഴയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റി. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സന്തോഷകരമായിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങളുടെ യാത്ര തുടരുക. കാരണം ഞങ്ങളുടെ ലക്ഷ്യം വണ്ടൻമേട്ടിൽ കല്യാണം ഒരുക്കുക എന്നുള്ളൂ. ഇത് പിന്നെ പോരുന്ന വഴി കാണുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ വഴി കുമളി വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി ഒത്തിരി തേയിലത്തോട്ടമുണ്ട്. അതും ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ തേയിലത്തോട്ടം എത്ര കണ്ടാലും പിന്നെയും പിന്നെയും കാണാൻ നമുക്ക് തോന്നും. കാരണം അതിൻ്റെ ആ വെട്ടി വെട്ടി നിർത്തിയേക്കണ കാണുമ്പോഴേ നമുക്ക് ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെ അവിടെയൊന്നും പിന്നെ ഇറങ്ങിയില്ല. വണ്ടിയിലിരുന്ന് തന്നെ കാണുകയാണ് ചെയ്തത്. അങ്ങനെ കണ്ട് ഞങ്ങളങ്ങനെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്കുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങനെ വൈകുന്നേരത്തെ റിസപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ചെന്നാൽ മതി. സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ പതുക്കെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഇനി കാണാം ബാക്കി. അങ്ങനെ കുമളി കഴിഞ്ഞ് നമ്മൾ ചേറ്റുകുഴി എന്നുള്ളൊരു സ്ഥലമായി. അപ്പോൾ അവിടെ ഒരു വലിയ ഗണപതി ഭഗവാന്റെ ഭയങ്കര സ്റ്റാച്ചു ഉണ്ട്. വലിയ സ്റ്റാച്ചു കേട്ടോ അത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഇത്രയും വലിയ ഗണപതി ഭഗവാനെ കണ്ടിട്ടില്ല. നല്ല ഒത്തിരി പേര് വന്ന് അതിൻ്റെ ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം കാണേണ്ടത് തന്നെയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി പെൺകുട്ടിയെ ഒരുക്കി കഴിഞ്ഞ് ഞങ്ങൾ റിസപ്ഷന് വേണ്ടിയിട്ട് പോയി. ചേറ്റുകുഴിയിൽ തന്നെയാണ് റിസപ്ഷൻ ഹോളും. അപ്പോൾ അവിടെ റിസപ്ഷന് പോയി. ഞങ്ങൾ അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് അവിടുന്ന് പല പല ജ്യൂസുകളും ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്ത് എല്ലാം കഴിച്ച് ആഹാരമൊക്കെ അവിടെ നിന്നെല്ലാം കഴിച്ചു. അങ്ങനെ റിസപ്ഷനും കൂടി ബ്രൈഡിനെ ഒരുക്കി സുന്ദരിയാക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് ഒരു രാത്രി 10:30 പത്തനംതിട്ടയ്ക്ക് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ജോലികളെല്ലാം തീർന്ന് ഞങ്ങൾ ഹാപ്പിയായിട്ട് ബ്രൈഡിനെയൊക്കെ ഒരുക്കി റിസപ്ഷനും കൂടി ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങൾ പത്തനംതിട്ട എത്തി. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. എല്ലാം കൊണ്ടും നല്ല യാത്രയായിരുന്നു. അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോകുന്നതും എല്ലാം നല്ല യാത്രയായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഹോളിലായാലും നല്ല ആളുണ്ടായിരുന്നു. തിരക്കൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ എന്നാലും ഞങ്ങൾ ആദ്യം ഇത്ര ദൂരം ആയതുകൊണ്ട് വേഗം കഴിച്ച് ഞങ്ങൾ വേഗം നാട്ടിലോട്ട് തന്നെ പോന്നു. അങ്ങനെ നല്ലൊരു യാത്രയും നല്ലൊരു ഒരുക്കവും കഴിഞ്ഞ് എത്തി. ചേറ്റുകുഴി വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലായിരുന്നു വർക്ക് നടന്നത്. അല്ല, വർക്കല്ല, റിസപ്ഷൻ നടന്നത്. അങ്ങനെ ഓക്കെ, എല്ലാം ഭംഗിയായിട്ട്